10 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൊടുക്കാനുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിക്ക് അടുത്ത് മഠം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പുണ്ട്. ആ മഠം സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാറിയിട്ടാണ് ഈ വീട്. ഒരു ടാറിങ് റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ടിലും ടാറിങ് റോഡാണ്. അത് ബസ് റൂട്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആമ്പല്ലൂർ ചിമ്മിനി ഡാം റൂട്ടിലെ മെയിൻ റൂട്ടിൽ നിന്ന് 400 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീടുള്ളത്. 10 സെൻറ്റ് സ്ഥലത്തിൽ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ അകത്താണ്, കുഴൽ കിണറിലാണ് വെള്ളം. ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല. കുഴൽ കിണറിൻ്റെ വെള്ളമാണ് നിലവിലുള്ളത്. ഈ കാണുന്നതൊക്കെയാണ് വീടിൻ്റെ ചുറ്റുവട്ടം എന്നൊക്കെ പറയാം. നല്ലൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. ചെറിയൊരു 3 അടി 4 അടി ഹൈറ്റിൽ സിമെൻറ്റ് കട്ടുകൊണ്ട് ഒരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു മുരിങ്ങ, ചെറിയൊരു തെങ്ങ്, പപ്പായ, അങ്ങനത്തെ ചെറുവക ഒരു നാരങ്ങ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വീടെന്ന് പറയുന്നത് സിമെൻറ്റ് കട്ടളകളാണ്. അതായത് സിമെൻറ്റിൻ്റെ കട്ടള ഉപയോഗിച്ചുള്ള വിൻഡോസ് സാധനങ്ങളൊക്കെയാണ് അത് കൂടുതലും വീടുമേ ഉള്ളത്. പിന്നെ ഫാബ്രിക്കേഷൻ്റെ വിൻഡോസാണ്. വീടിൻ്റെ മോൾ ഭാഗത്തേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള സംഗതികളൊന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പൂപ്പിൽ പിടിച്ചൊക്കെ ഇപ്പോൾ മഴയാണെന്നുള്ള കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പാരപ്പറ്റ് കാര്യങ്ങൾ കെട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പൺ ടെറസിൻ്റെ കോലം ഇതാണ്. പാരപ്പറ്റ് കെട്ടിയ കുറച്ചും കൂടി വീടിന് കുറച്ചും കൂടി ഭംഗി വരും. അപ്പോൾ ഈ വീട് വിൽക്കാനുള്ളതാണ്. ഏകദേശം ഈ വീടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് UP വരെയുള്ള ഒരു സ്കൂളുണ്ട്. അതായത് മഠം സ്കൂൾ എന്ന് പറയാം, സെൻറ്റ് പയസ് സ്കൂള് മഠം. അവിടേക്ക് വേണമെങ്കിൽ 400 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തുള്ള വേലുപ്പാടം ക്രിസ്ത്യൻ ചർച്ചിലേക്ക് ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ദൂരമുള്ളത്. ആ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ, പള്ളി, പിന്നെ അമ്പലമാണെങ്കിലും ഈ പറഞ്ഞ 400 മീറ്ററിനകത്ത് അമ്പലമുണ്ട്. ഇനി ജുമാ മസ്ജിദ് ആണെങ്കിൽ തൊട്ടടുത്ത് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരെണ്ണമുണ്ട്. പിന്നെ 400 മീറ്ററിന് അപ്പുറത്തും. അപ്പോൾ നല്ലൊരു പ്ലോട്ടാണ്. ഇനി ആമ്പല്ലൂർ ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പിന്നെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചിമ്മിനി ഡാമിനെ പറ്റി പറയാം. ഒരു 12-13 കിലോമീറ്ററാണ് ചിമ്മിനി ഡാമിലേക്കുള്ള ദൂരം. അടുക്കളയുടെ കോലമൊക്കെ ഇതാണ്. അതായത് മോഡേൺ കോലമൊന്നല്ല. അതുപോലെ തന്നെ അകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണാണുള്ളത്. ഒന്നും അറ്റാച്ച്ഡ് അല്ല. പുറത്ത് ഈ കാണുന്ന ബാത്റൂമാണ് ഉള്ളത്. വീടിന് അത്യാവശ്യം പഴക്കം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അടിയിൽ ടൈലിട്ടിട്ടൊന്നുമില്ല. സിമെൻറ്റിൻ്റെ പഴയ ടൈപ്പ് തറയാണ്. വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന ഒരു തുക ഏകദേശം 27 ലക്ഷം രൂപയാണ്. 10 സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത്. പറ്റാത്ത വെള്ളം കുഴൽ കിണറാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ 20-നും 27 ലക്ഷത്തിന് ഇടയിലേക്കുള്ള ഏതെങ്കിലും ഒരു എമൗണ്ടിലായിട്ട് നമുക്കത് ഉറപ്പിക്കാനും മുറിക്കാനൊക്കെ പറ്റും. താല്പര്യമുള്ളവർ ഈ ഒരു ലെവലിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.